ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ രാത്രി 9 മണി കഴിഞ്ഞിട്ടാ ഗൈസ് വീഡിയോ എടുക്കാൻ നേരത്തെ 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ റിംഗ് ലൈറ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. രാവിലെ തൊട്ട് റിംഗ് ലൈറ്റ് വരും എന്ന് പറഞ്ഞിരുന്നിട്ട് ഇന്ന് മഴയൊക്കെ ചെയ്ത് കാരണം വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരമായി ഗൈസ് റിംഗ് ലൈറ്റ് വന്നിട്ട്. അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടോ ഗൈസ്. വീഡിയോ എടുത്ത് പകുതി എത്തിയപ്പോൾ വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അൺബോക്സ് ചെയ്തും പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് സ്റ്റാൻഡ്. ഞങ്ങൾ ഇവിടെ വരെ അൺബോക്സ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ അത് ഓഫായി പോയപ്പോ നിങ്ങളപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ ഗൈസ് എന്തൊക്കെ സാധനമാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇത് വന്നത്. ഇത് ഭാഗ്യത്തിന് ഞങ്ങൾ ഇത് മാത്രം അൺബോക്സ് ചെയ്തില്ലായിരുന്നു, ഇത് മാത്രം അൺബോക്സ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഈ സ്ക്രൂ ഒക്കെ ഇതാക്കി ഇഷ്ടമുള്ള പോലെ ബാലൻസ് ഒക്കെ ചെയ്ത് നല്ലോണം ഹൈറ്റ് ഉണ്ട് ഗൈസ്, നല്ലോണം ഹൈറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് സാധനം. ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇതിന് 519 രൂപയാണ് ഗൈസ് ആയത്. ഇച്ചിരി കാശേ ആയുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ അല്ലേ, അപ്പൊ ഇത്ര കൂടുതൽ വിലയുടെ ഒന്നും വാങ്ങിക്കണല്ലോ. അധികം കുറച്ചും കൂടി സമയമൊക്കെ ഇട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്താണ്. സ്റ്റീലൊക്കെയാണ്, ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത് ഇത് അൺബോക്സ് ചെയ്യാം. ഇത് തുറന്നിരിക്കാനായിരുന്നു ഗൈസ്, വന്നപ്പോഴേ തുറന്നിരിക്കായിരുന്നു. ഇത് നമ്മുടെ ഫോണ് വെക്കുന്ന സ്റ്റാൻഡാണ് ഗൈസ്. ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോണ് വെക്കാം. പിന്നെ അതിന്റെ സ്ക്രൂ, ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ലൈറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ബട്ടൺ ഉണ്ട്. കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇതില് വെക്കാം. അതൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഇതാണ് കേട്ടോ ഗൈസ് സ്ക്രൂ. അപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇത് വെച്ചിട്ടായിരിക്കും. ഗൈസ് അപ്പൊ ഇതാണ് കേട്ടോ സ്റ്റാൻഡ്. നമുക്ക് ഇത് ഇതാക്കാം, സെറ്റ് ആക്കാം ഗൈസ്. മുകളിലേക്ക് ആക്കുമ്പോ ഇത്രയും വലുതാവും ഗൈസ്. നമുക്ക് ആവശ്യത്തിനുള്ള അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഇതിൽ ടൈറ്റ് ആക്കാൻ കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് നേരത്തെ ചെയ്ത് നോക്കിയത്. നമുക്ക് ടൈറ്റ് ഇങ്ങനെ സെറ്റ് ആകും. അതിനുശേഷം നമുക്ക് ഇവിടെ ലൂസ് ആക്കി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇട്ട ഗൈസ് നേരത്തെ ഏതൊക്കെ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ല. തെറ്റാണ്, നമുക്ക് ഒന്നുകൂടി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ശരിയാക്കാം ഗൈസ്. ഇത്ര പൊക്കോണ്ടിട്ടാ ഗൈസ് ഇതിന്. എങ്ങനെയും കുറച്ചും കൂടി നല്ല പൊക്കോണ്ട് ഗൈസ്. ഇതൊരു 7 feet എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലെത്തുമ്പോ നമുക്കിത് ടൈറ്റ് ആക്കി കൊടുക്കാം ഗൈസ്. നമ്മൾ നേരത്തെ ട്വിസ്റ്റ് ചെയ്ത് ഇതാക്കി വെച്ചത് നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ ഇതാണ് സാധനം. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഗൈസ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളെ ഫുള്ളും കാണിക്കാം. കാരണം ഞാൻ ഇത് നോക്കിയിട്ടില്ല ഇതുവരെയായിട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഗായ്സ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഞങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചത് ഞങ്ങളുടെ സനിക്കൊച്ചാണ് ഗൈസ് വാങ്ങിച്ചത്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സനിക്കൊച്ച പറഞ്ഞാൽ ഇത് വാങ്ങിച്ചു തരാന്ന്. അപ്പൊ ഞങ്ങൾ സനിക്കൊച്ചാണ് വാങ്ങിച്ചു തന്നത്. ശിവകുട്ടിയുടെ അച്ഛനാണ് ഗൈസ് വാങ്ങിച്ചു തന്നത്. ഓക്കെ, അപ്പോ സനിക്കൊച്ചക്കും താങ്ക് യു. അപ്പൊ ഇത്ര നേരം ഈ വീഡിയോന്റെ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും